എല്ലാ കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മുടെ ഈ വർഷത്തെ 12th അല്ലെങ്കിൽ +2 കുട്ടികൾ സ്കൂളിലൊക്കെ പോയി ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാപ്റ്ററുകളൊക്കെ അങ്ങോട്ട് തുടങ്ങി. ചില സ്കൂളുകളിൽ ഒരു ടീച്ചർ മാത്രമേ കാണത്തുള്ളൂ, ചിലയിടത്ത് 2 ടീച്ചേഴ്സ് കാണും. നമ്മുടെ 12ാം ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ +2വിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ എല്ലാവരും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്തായിരുന്നു? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇത് +1ൽ പഠിക്കുമ്പോഴേ അത്ര രസകരമല്ലാതാ പഠിച്ചു തീർത്തേ അല്ലേ? ചിലർക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ കുറച്ച് വിഭാഗത്തിന്, മറ്റുള്ളവർക്കെല്ലാം ഇതിൻ്റെ ഡൊമൈന്, റേഞ്ച്, കുന്തം, കുടച്ചക്രം എന്നൊക്കെ ഞാൻ പറയുന്ന പോലെ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 12th അല്ലെങ്കിൽ +2 എത്തിയപ്പോൾ ആ ചാപ്റ്റർ തന്നെ ആദ്യം കാണുന്നു. ചിലർക്ക് ഒട്ടുമേ മനസ്സിലാകാത്തൊരു ചാപ്റ്ററായിട്ടായിരിക്കും ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ തോന്നിയത്. ചിലർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഇതിനൊന്ന് പരീക്ഷിക്കുക, നിങ്ങളോട് മനസ്സിലാക്കി തരാൻ പറ്റുമോ? ഇതൊരു ലോജിക്കൽ സ്റ്റഡിയാണ്. സാധാരണ ഒരു ഓൾജിബ്ര പോലെ ചെയ്യുന്ന പോലെ, നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന പോലെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്ന പോലെ അല്ല. ഇതിനുള്ളിലെല്ലാം സെൻറ്റൻസിലുള്ള മീനിങ്ങിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. നമുക്ക് ഇനി ആദ്യം പഠിക്കുന്നത് റിലേഷൻസ് ആണ്. റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധമെന്നാണ് അല്ലേ? ആ ബന്ധത്തിൻ്റെ പല വേർഷൻസുകളാണ് ഇവിടെ പഠിക്കുന്നത് കേട്ടോ. അതാണ് ഇവിടുത്തെ റിലേഷൻ. നമുക്കറിയാം, റിലേഷൻ എന്ന് പറഞ്ഞാൽ 2 സെറ്റുകൾ തമ്മിൽ ഫസ്റ്റ് സെറ്റിൽ നിന്നും സെക്കൻഡ് സെറ്റിലോട്ട് എലമെൻസുകൾ തമ്മിലുള്ള ബന്ധം, അതാണ് ഉദ്ദേശിക്കുന്ന റിലേഷൻ. അത് പല രീതിയിൽ കൂടെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വർഷം പഠിക്കുന്നത്. അതിനുള്ളിലെ ഒന്നാമത്തെ റിലേഷൻ്റെ പേരാണ് റിഫ്ലെക്സീവ് റിലേഷൻ, റിഫ്ലെക്സീവ്. രണ്ടാമത്തെ റിലേഷൻ്റെ പേരാണ് സിമെട്രിക്. മൂന്നാമത്തേൻ്റെ പേരാണ് ട്രാൻസിറ്റീവ്. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിരിക്കുക. ഈ 3 ടൈപ്പിലുള്ള റിലേഷൻസുകളെയാണ് നമ്മൾ ഈ വർഷം പഠിക്കുന്നത്. ഓക്കെ, ഇതിനിടയ്ക്ക് പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാത്സിനെ വളരെ സിമ്പിളായിട്ട് കേരള സിലബസ് ആണെങ്കിലും CBSE ആണെങ്കിലും അടിപൊളിയായിട്ട് മനസ്സിലാക്കി തരുന്ന രീതിക്കുള്ള ക്ലാസ്, അതാണ് നമുക്ക് വേണ്ടത്. കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി, മെത്തേഡുകൾ മനസ്സിലാക്കി, സിമ്പിളായിട്ട് മാത്സിനെ പഠിച്ചങ്ങോട്ട് ഇറങ്ങുക. പിന്നെ മാത്സ് ഉള്ള കോഴ്സിന് മാത്രം പോകാനുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുകൊണ്ടല്ല, മാത്സിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത്, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടിയുള്ള വർക്കായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. വളരെ ഈസിയായിട്ട് ആർക്കും ഫുൾ മാർക്ക് വളരെ ഈസിയായിട്ട് എത്തി ഒരു ടെൻഷനും ഇല്ലാതെ കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ്, നോട്ട്സ്, ക്വസ്റ്റ്യൻ പാക്കേജ്, ഇക്വേഷൻ ബുക്കിലെറ്റ്, നിങ്ങൾക്ക് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കും. മീൻസ് എങ്ങനെ പഠിക്കണം എന്നെല്ലാം കൃത്യമായിട്ട് തന്നുള്ളതാണ്. അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ബാക്കി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 3 റിലേഷൻസിൻ്റെ പേരുകളും പഠിച്ചു: റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഓക്കെ, ഇനി വാട്ട് ഈസ് മീൻ ബൈ റിഫ്ലെക്സീവ് റിലേഷൻ? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കറിയാം, റിലേഷൻ എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിലാണ് അല്ലേ? ബട്ട് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളെ ഉള്ളുമനെ എ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തൊരു വസ്തുവാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും എയിൽ നിന്നും അയാളിലോട്ട് തന്നെ, അയാളിലോട്ട് സെൽഫാണ്, വേറെ ആളില്ല, ഒരാളിൽ നിന്നും അയാളിലോട്ട് തന്നെയുള്ള ഒരു ബന്ധം ശരിയാവുന്നെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റിഫ്ലെക്സീവ്. നോക്കിയാണേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഒരാളിൽ നിന്നും അയാളിലോട്ട് എന്ന് പറയുമ്പോൾ നമുക്കതൊരു കൺഫ്യൂഷനായിട്ട് തോന്നും. ഒരാളിൽ നിന്നും അയാളിലോട്ട്, അതെന്തോ സംഭവം അല്ലേ? അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എനിക്ക് ഏറ്റവും മനസ്സിലാക്കി തരാൻ പറ്റുന്നതാണ് ഈക്വൽ ടു. എല്ലാവർക്കും അറിയാവുന്ന ഒരു റിലേഷനാണ് അല്ലേ? 2 പേരെ തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു റിലേഷനാണ് ഈക്വൽ ടു. ഈ ഈക്വൽ ടു എന്ന് പറഞ്ഞ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. റിഫ്ലെക്സീവ് റിലേഷൻ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. അവിടെ അതിനുവേണ്ടിയാണേ ഞാനൊരു റിലേഷൻഷിപ്പാണ് എടുത്തേക്കുന്നത്, ഈക്വൽ ടു. എന്നിട്ടേ അപ്രോ ഇപ്രോ സെയിം ആൾക്കാരെ അങ്ങോട്ട് വായിച്ചു, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആ റിലേഷൻഷിപ്പിൻ്റെ അപ്രോ ഇപ്രോവും ഡിഫറെൻ്റ് ആൾക്കാരെ എടുക്കല്ലേ, സെയിം ആൾക്കാർ എന്നൊരു ഫുൾ ഒന്ന് വായിച്ചേ. എ ഈക്വൽ ടു എ എന്ന് കേൾക്കുന്ന ഒരാൾ, നമുക്ക് ഇച്ചിരിയൊക്കെ അറിയാവുന്ന ആൾ, നമ്മളിപ്പോൾ +2 പഠിക്കുന്ന ഒരാൾ, നിങ്ങൾ എന്തായിരിക്കും പറഞ്ഞത്? എ ഈക്വൽ ടു എ തെറ്റാണെന്നോ ശരിയാണെന്നോ എന്ത് പറയും നിങ്ങൾ? 2 ഈക്വൽ ടു 2, 3 ഈക്വൽ ടു 3, 5 ഈക്വൽ ടു 5. ഡിഫറെൻ്റ് ആൾക്കാർ തമ്മിൽ ഈക്വൽ ടു എടുക്കല്ലേ കേട്ടോ. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും വേറൊരാളിട്ടില്ല, അയാളിലോട്ടാണ്. അപ്പോൾ എ ഈക്വൽ ടു എ എന്ന് നിങ്ങൾ കേട്ടാൽ നമ്മളെന്ന് പറയും, ശരിയാടാ, നീ പറഞ്ഞ തെറ്റൊന്നുമില്ല, കറക്റ്റ്. 2 ഈക്വൽ ടു 2 ശരിയാ, 3 ഈക്വൽ ടു 3 ശരിയാ, 10 ഈക്വൽ ടു 10 ശരിയാ. അപ്പോൾ ഒരാൾ അയാളുമായിട്ട് എപ്പോഴും എന്തായിരിക്കും? ഈക്വലായിരിക്കും. ചെറുതാവുമോ? ഇല്ല. അപ്പോൾ ഇതൊരു ശരിയാകുന്ന മീനിങ് ഉള്ള റിലേഷൻഷിപ്പാണ്.
ഒരാളിൽ നിന്ന് അയാളിലോട്ട് എന്നുള്ളത് അല്ലേ. അതുകൊണ്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളായി? റിഫ്ലെക്സീവിന് എക്സാമ്പിളായി. ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങളായിരിക്കും റിഫ്ലെക്ഷൻ എക്സാമ്പിൾ ആവാത്ത ഒന്നുകൂടെ കണ്ടാൽ ഇവനെ ഉറപ്പിക്കാം അല്ലേ. അതിനുവേണ്ടി നമുക്ക് എളുപ്പം എടുക്കാം. മോനെ ലെസ് ദാൻ രണ്ടുപേരും തമ്മിൽ താരതമ്യം ചെയ്തില്ല, പിന്നെ കമ്പയർ ചെയ്തില്ലോ, അവൻ നിന്നേക്കാളൊക്കെ മാർക്ക് കുറവാടാ പഠിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്നുള്ള രീതികൾ പറഞ്ഞില്ലേ അവിടെ, അല്ലെങ്കിൽ ശമ്പളം കുറവ് എന്നുള്ളത്. ഇപ്പോൾ നോക്കിക്കേ, ഞാൻ അപ്പുറം ഇപ്പുറവും സെയിം ആൾക്കാരെ കൊടുത്തങ്ങോട്ട് വായിച്ചു. A ലെസ് ദാൻ A, 2 ലെസ് ദാൻ 2, 3 ലെസ് ദാൻ 3, 10 ലെസ് ദാൻ 10. ഇപ്പോൾ ഒരാൾക്ക് 10 മാർക്ക് കിട്ടി, വേർക്കം 10 ആണെങ്കിൽ നമ്മൾ ചെറുതാണെന്ന് പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇതേണ്ട A ലെസ് ദാൻ A അല്ലെങ്കിൽ 2 ലെസ് ദാൻ 2 എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള സെൻറ്റൻസ്. എന്തുവാ? 2 എന്ന് പറഞ്ഞാൽ 2-നേക്കാളും ചെറുതാണ്. 2 എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് ഈക്വലാണ്. അപ്പോൾ 2 2-നേക്കാളും ചെറുത്, 3 3-നേക്കാളും ചെറുത്, 7 7-നേക്കാളും ചെറുതെന്ന് പറഞ്ഞാൽ അത് മീനിങ് തെറ്റാണ്. അപ്പോൾ 2 A ലെസ് ദാൻ A എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള റിലേഷനാണ്. ഒരാളിൽ നിന്നും ഒരാൾ അയാളുമായിട്ട് തന്നെ ചെറുതാണെന്ന് പറഞ്ഞാൽ തെറ്റ്. ഈക്വലാണ്, പക്ഷേ ഒരാൾ അയാളോട്ട് ഈക്വലാണ്, പക്ഷെ ഒരാൾ അയാളുമായിട്ട് തന്നെ ചെറുതാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ലെസ് ദാൻ എന്തിന് എക്സാമ്പിൾ അല്ല, റിഫ്ലെക്സീവിന് എക്സാമ്പിൾ അല്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ്? സിമെട്രിക്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 2 പേരെ എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര പേരെ എടുത്തുള്ളൂ? A എന്ന് പറഞ്ഞ ഒരാളെ മാത്രം. ഇവിടെ നമ്മൾ Aയും എടുക്കും Bയും എടുക്കും. അപ്പോൾ ഓർത്താണ് 2 പേരെ എടുക്കും. അപ്പോൾ ഇവിടെ എത്ര പേരെ എടുക്കണം? 3 പേർ. ദാറ്റ്സ് ഓൾ. അതാ 1 2 3. ഒരാളിൽ നിന്ന് അയാളിലോട്ട് ഇവിടെ 2 പേര്, അവിടെ എത്ര? 3 പേര്. കൃത്യമായിട്ടാണ് തന്നേക്കുന്നത്. നല്ല രസകരമായിട്ടുള്ളതാണ്. നോക്കാം. നമ്മളിവിടെ ഈ സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബിയിലോട്ട് ഒരു റിലേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, എയിൽ നിന്നും ബിയിലോട്ട് ഒരു റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, റിലേഷൻ അസ്യൂം ചെയ്യണം. എ ബിക്ക് ബന്ധമുണ്ട്, സംഭവിച്ചു എക്ക് ബിയുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. ഓക്കെ, പക്ഷേ എക്ക് ബിയിലോട്ടാണേ അതേ റിലേഷൻ ബിക്ക് എയിലോട്ട് ഉണ്ടാകണമെന്നില്ല, ഉണ്ടാവാം. ശരിയല്ലേ? ബിക്ക് എയിലോട്ട് ഒരാൾക്ക് ഇപ്പോൾ എക്ക് ബിയെ ഇഷ്ടമാണ്. നമുക്കിവിടെ പലതും നടക്കുന്നതാണ് അല്ലേ, 1 വേ ട്രാഫിക്കായിട്ടൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ 2 വേ ഉണ്ടോ. അപ്പോൾ എക്ക് ബിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിക്ക് എ ഇഷ്ടമാണെന്നൂടെ ചോദിക്കണ്ടായി, എന്തെങ്കിലല്ലേ അവിടെ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ബിക്ക് എയിലോട്ടുണ്ടോ എന്ന്, ആ റിലേഷൻ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം മോനെ? ചെക്ക് ചെയ്യണം മോനെ, ചെക്ക് ചെയ്യണം. ഇവിടെ അസ്യൂം ചെയ്തു, തിരിച്ചുണ്ടോ എന്നുള്ള അസംഷൻ അല്ല, ചെക്ക് ചെയ്യണം. ഉണ്ടോടാ? വെറുതെ നീരൊക്കെ അവളെ ഇഷ്ടമല്ലേ, പക്ഷെ അവൾക്ക് നിന്നെ ഇഷ്ടമാണോടാ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതില്ല, കഴിഞ്ഞു. അല്ല, സിമെട്രിക് ആകത്തില്ല. പക്ഷേ ബിക്ക് എയ്ക്ക് ഉണ്ട്, ബിക്ക് എയിലോട്ടും തിരിച്ചുണ്ട്. കറക്റ്റ്. അവിടെ എന്തായി? സിമെട്രിക്കായി. അപ്പോൾ സിമെട്രിക് എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിൽ ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലോട്ടുള്ളതും അസ്യൂം ചെയ്യണം, സെക്കൻഡിൽ നിന്നും ഫസ്റ്റിലോട്ടുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്? സിമെട്രിക്. എക്സാമ്പിൾ പറഞ്ഞാൽ ഈക്വൽ ടുവിന് എളുപ്പം നമുക്ക് നോക്കാം. എ ഈക്വൽ ടു ബി നമ്മൾ എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. എയിൽ നിന്ന് ബിയിലോട്ട് ഈക്വൽ. ഓക്കെ, എ ബിക്ക് ഈക്വൽ. അപ്പോൾ ബിയുടെ മാർഗമായിട്ട് നോക്കിയപ്പോൾ ഈക്വലാണ്. നമ്മളത് അപ്പോൾ എയുടെ മാർക്ക് ബിയുടെ മാർക്ക് ഈക്വലാണെങ്കിൽ തിരിച്ച് പറയുന്നതുകൊണ്ട് തെറ്റുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബിയുടെ മാർക്ക് എയുടെ മാർഗവുമായിട്ടും ഈക്വലാണ്, കുഴപ്പമൊന്നുമില്ല. ഈക്വൽ ടു, അപ്പോൾ എ ബിക്ക് ഈക്വലാണെങ്കിൽ ബി എക്ക് ഈക്വലാന്ന് പറയുന്നതുകൊണ്ട് തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ ഇംപ്ലൈസ് ഇട്ടുണ്ട് ബി ഈക്വൽ ടു എ എന്ന് എഴുതിയാൽ ശരിയാണ് മോനെ, അത് സിമെട്രിക്കായി. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലെസ് ദാനിൽ എ ബിക്ക് ചെറുതാന്ന് പറഞ്ഞുകൊണ്ട് ബി എക്കും ചെറുതാന്ന് പറയാൻ പറ്റുമോ മോനെ? പറ്റുമോ? എ ബിയുടെ മാർഗുമായിട്ട് ചെറുതാണ്, എയുടെ മാർക്ക് ബിയുടെ മാർഗുമായിട്ട് ചെറുതാണ്. അപ്പോൾ ബിയുടെ മാർക്ക് എയുടെ മാർഗമായിട്ട് ചെറുതാവുമോ? ഇല്ല. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇപ്പം 2 ലെസ് ദാൻ 3 ശരിയായിട്ടുള്ളതല്ലേ, 2 ലെസ് ദാൻ 3 എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അങ്ങനെയാണെങ്കിൽ 3 ലെസ് ദാനും 2 ആയിരിക്കും. പോടാ, അതൊന്നും തെറ്റാ, അതൊന്നും പറയല്ലേ അല്ലേ? അപ്പോൾ തെറ്റാ അത്. അപ്പോൾ ലെസ് ദാന് ഗ്രേറ്റർ ദാൻ ഒന്നും സിമെട്രിക് അല്ല. ഓക്കെ, ഈക്വൽ ടു പക്ഷേ എന്തിന് എക്സാമ്പിളാണ്? സിമെട്രിക്കിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ട്രാൻസിറ്റീവ്. 3 പേരെ എടുക്കണം, എ ബി സി. ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്താണെന്ന് കേൾക്കണേ, നല്ല രസമാണ് കേട്ടോ. എ ബിയിലോട്ട് ഒരു റിലേഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, ബിക്ക് സിയിലോട്ടും ഒരു റിലേഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ 2 അസംഷൻ. 3 പേരെന്ന് പറയുമ്പോൾ വേണ്ട എ, നടുക്ക് ബി, ഇവിടെ സി. ഓക്കെ, എക്ക് ബിയിലോട്ടൊരു ബന്ധമുണ്ടെന്ന് അസ്യൂം ചെയ്തു. ആ ബിക്ക് വേറൊരാളുമായിട്ട് റിലേഷൻ ഉണ്ട്, ഒരു അസ്യൂം ചെയ്തു. അപ്പോൾ 2
റിലേഷൻഷിപ്പ് പറയുന്നത് സെയിം റിലേഷൻ ആയിരിക്കണേ, അല്ലാതെ ഡിഫറെൻ്റ് ആവില്ല. എയ്ക്ക് ബിയിലോട്ടുള്ള ബന്ധം തന്നെ ബിക്ക് സിയിലോട്ടും ഉണ്ടാവണം. അങ്ങനെ രണ്ട് ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് എയിൽ നിന്നും സിയിലോട്ട് അതേ റിലേഷൻ ഉണ്ടോ എന്ന് അസ്യൂം ചെയ്യുമല്ല, ചെക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ, അപ്പോൾ 1ഉം 2ഉം തമ്മിൽ അസ്യൂം ചെയ്തു, 2ഉം 3ഉം തമ്മിൽ അസ്യൂം ചെയ്തിട്ട് 1ഉം 3ഉം തമ്മിൽ ചെക്ക് ചെയ്യണം. 1ൽ നിന്നും 3ലോട്ടുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിമെട്രിക്. ഓക്കെ, അപ്പോൾ എക്ക് ബിയെ ഇഷ്ടമാണ്, പക്ഷേ ബി വേറെ ആളെ സ്നേഹിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എയും സിയും തമ്മിലുള്ള ബന്ധം ഉണ്ടെങ്കിൽ അതെന്താണ്? സിമെട്രിക് ആണ്. നമുക്ക് ആ മീനിങ്ങിലോട്ട് എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ. പക്ഷെ നമുക്ക് ഈക്വൽ ടു എളുപ്പം പിടികിട്ടുമാനെ നോക്കിക്കോണേ. എ ബിക്ക് ഈക്വൽ, അപ്പോൾ എയുടെ മാർക്ക് ബിയുടെ മാർക്കുമായിട്ട് ഒത്തു നോക്കിയപ്പോൾ നമ്മൾ രണ്ടുപേരുടെ മാർക്ക് ഈക്വലാടാ. ആ ബി എന്ത് ചെയ്തു? മറ്റൊരാളെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ മാർക്കോട് നോക്കിയപ്പോൾ, സിയുടെ മാർക്കോട് നോക്കിയപ്പോൾ ബിയുടെ മാർക്ക് ഈക്വൽ. അപ്പോൾ ബി പറയും, എടാ നമ്മുടെ രണ്ടുപേരുടെ മാർക്ക് ഈക്വലാടാ. ശരി, അപ്പോൾ എയുടെ മാർക്ക് ബിയുടെ മാർക്കോട്ട് ഈക്വലായി. ബി വേറൊരാളെ നോക്കിയപ്പോൾ ബിയുടെ മാർക്ക് തന്നെ സിക്കും കിട്ടി. അപ്പോൾ നമ്മൾ എയും സിയും തമ്മിൽ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് എയുടെ മാർക്കും സിയുടെ മാർക്കും തമ്മിൽ എന്തായിരിക്കും? ഈക്വലായിരിക്കും. നോക്കിക്കേ, എക്ക് കിട്ടിയത് 40 മാർക്ക്, ബിക്ക് കിട്ടിയത് 40. അപ്പം നമ്മുടെ എയും ബി ഈക്വല. ആ ബി ഒരാളെ നോക്കിയപ്പോൾ സിക്ക് കിട്ടിയത് 40 സിക്ക്. അപ്പോൾ ബി പറയും എന്താണ്? ബിക്കും സിക്കും എന്താണ്? ഈക്വൽ. അങ്ങനെയാണെങ്കിൽ എയുടെ മാർക്കും സിയുടെ മാർക്കും തമ്മിൽ 40 വെച്ചായിരിക്കും, ഈക്വലായിരിക്കും. അപ്പോൾ നമുക്ക് ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷൻ എന്തിന് എക്സാമ്പിളാണ്? ട്രാൻസിറ്റീവിന് എന്താണ്? എക്സാമ്പിളാണ്. ഓക്കെ, ലെസ് ദാൻ വരുമ്പോൾ പക്ഷേ ഇവിടെ ശരിയാകും മോനെ. ലെസ് ദാൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ്, പക്ഷേ ഇവിടെ ഒന്നും ലെസ് ദാൻ ശരിയായിട്ടില്ല. റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രാൻസിറ്റീവ് ലെസ് ദാൻ ട്രൂ ആവും. ഓക്കെ, ഗ്രേറ്റർ ദാൻ ട്രൂ ആവും. അതിൻ്റെ റീസൺ നോക്കിക്കോ. ഇപ്പോൾ 2 ലെസ് ദാൻ 3 ശരിയാണല്ലോ, തെറ്റുള്ളത് എടുക്കല്ല്. നമ്മൾ അസ്യൂം ചെയ്യുന്നതല്ല, ശരിയാവുന്നത് വേണം എടുക്കാൻ. 2 ലെസ് ദാൻ 3, ആ 3യിൽ നിന്നും മറ്റൊരാളുടെ 5, 3 ലെസ് ദാൻ 5 ശരിയാണല്ലോ. ഇത് രണ്ടും ട്രൂ ആവുന്ന രണ്ട് റിലേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റും തമ്മിൽ അതേ ലെസ് ദാൻ കൊടുത്ത് എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല മോനെ, ശരിയാ. 2 ലെസ് ദാൻ 5, എ ലെസ് ദാൻ ബി, ബി ലെസ് ദാൻ സി, എ ലെസ് ദാൻ സി എഴുതുമ്പോൾ കറക്റ്റാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി സിമെട്രിക് ആവാത്തൊരു റിലേഷനെ കണ്ടുപിടിക്കണമല്ലോ. അത് ഏറ്റവും നല്ലത് പെർപെൻഡിക്കുലാരിറ്റിയാണ് മോനെ. പെർപെൻഡിക്കുലർ നിങ്ങൾക്കറിയാം, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾ 90 ഡിഗ്രി അല്ലേ. നോക്കിക്കോ, ഞാൻ 3 ലൈൻസിനെ വരയ്ക്കാം. ഇത് എ, ഇത് ബി. ഇപ്പോൾ 2 ലൈൻസ് എയും ബിയും തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു, ശരിയല്ലേ. അപ്പോൾ എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി. ഇനി ബി എന്ന് പറയുന്ന ആ ലൈൻ മറ്റൊരു ലൈനുമായിട്ട് പെർപെൻഡിക്കുലർ ആയി, ഇതാണ്ട് സിയുമായിട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇത് സിയാണ്. അപ്പോൾ എയും ബിയും തമ്മിൽ പെർപെൻഡിക്കുലറായി, ബിയും സിയും തമ്മിൽ എന്തായി? പെർപെൻഡിക്കുലറായി. അങ്ങനെയാണെങ്കിൽ ഇംപ്ലൈസ് ഇട്ടുകൊണ്ട് എ ഈസ് പെർപെൻഡിക്കുലർ ടു സി ആകുന്നുണ്ടോ? എ ഇതാ മോനെ, സി ഇതാ, തമ്മിൽ പെർപെൻഡിക്കുലർ ആണോ? പാരല്ല, പെർപെൻഡിക്കുലർ ആകുന്നില്ല. ഓക്കെ, അത് തെറ്റാണ്. അപ്പോൾ ഓക്കെ, എയും ബിയും തമ്മിൽ പെർപെൻഡിക്കുലർ, ബി സി തമ്മിൽ പെർപെൻഡിക്കുലർ, എ സി തമ്മിൽ പെർപെൻഡിക്കുലർ അല്ല. അതുകൊണ്ടാണ് അത്. അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. കൃത്യമായല്ലേ? മനസ്സിലായോ? ഒരുവിധമൊക്കെ എന്തെങ്കിലുമൊക്കെ. ഇതാണ് നമ്മുടെ 3 റിലേഷൻഷിപ്പ്. ഒരാളിൽ നിന്നും അയാളിലോട്ടുള്ളത് ശരിയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് റിഫ്ലെക്സീവ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലോട്ട് അസ്യൂം ചെയ്യുന്നു, തിരിച്ച് ഇങ്ങോട്ടുണ്ടെങ്കിൽ സിമെട്രിക്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലോട്ട്, ആ മറ്റൊരാളിൽ നിന്നും മൂന്നാമനിലോട്ട് 2 എണ്ണം അസ്യൂം ചെയ്തിട്ട് ഫസ്റ്റും മൂന്നാമനും തമ്മിൽ അതേ റിലേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ട്രാൻസിറ്റീവ്. ക്ലിയർ ആയല്ലോ? ഇതാണ് 3 റിലേഷൻഷിപ്പ്. ഇത് പലർക്കും മനസ്സിലാക്കാനും പ്രോബ്ലം ചെയ്യാനും ഒക്കെ നല്ല ടഫാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിലായ രീതിയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലനേഷൻ നടത്തിയതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളും ഫുൾ സ്റ്റുഡൻസിലോട്ട് എല്ലാവരിലോട്ടും, കാരണം ഈ ചാപ്റ്റർ അത്രയ്ക്ക് ടഫാണ്. ഇതേപോലെ ടഫായിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് +2 ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവരും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. ഗുഡ് ബൈ.